പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഈ ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകിയിരുന്നു. കാരണം ഈ നിർദ്ദേശം ഇന്ത്യ നൽകാനുള്ള കാരണം എന്തോ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളൊക്കെ കാണുന്നത്. കാരണം പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അതിനുശേഷം ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അതിനുശേഷം 3 സൈനിക മേധാവിമാരും സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലും കൂടിക്കാഴ്ച നടത്തുന്നു. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പുറമെ നോട്ടാം പ്രഖ്യാപിക്കുന്നു. നോട്ടാം എന്ന് പറഞ്ഞാൽ നോട്ടീസ് ടു എയർമാൻ, അതാണ് നോട്ടാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിമാനങ്ങൾക്കുള്ള ജാഗ്രതയാണ്. ഈ വഴി പറക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളത്. പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഇന്ത്യയുടെ പാതയിലെത്തി കടന്നു വരരുത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു വലിയ സൈനിക നീക്കം അവിടെ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. കാരണം സൈനിക നീക്കം എന്ന് പറഞ്ഞാൽ ഒരു വ്യോമാഭ്യാസം, ഇന്ത്യയുടെ ഒരു വ്യോമാഭ്യാസം അവിടെ അതിർത്തിയിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒരു യുദ്ധത്തിനായിട്ട് പോവുകയാണോ, അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല എന്ന പ്രധാനമന്ത്രിയുടെ പറഞ്ഞ ആദ്യത്തെ ആ വാക്കുകൾ നമ്മൾ ആലോചിക്കണം. കാരണം ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരതാവളങ്ങൾ വീണ്ടും സജീവമാകുകയാണ് പാകിസ്ഥാനിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വീണ്ടും ആ ഭീകരതാവളങ്ങളെ ലക്ഷ്യം വച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇന്ത്യ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ടുണ്ട്, തീവ്രവാദം എവിടെ തലപൊക്കിയാലും പാകിസ്ഥാനിൽ ഇനി ഒരു സന്ധിയുമില്ല, അടി മാത്രമാണ് ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു വിലക്ക് ഓഗസ്റ്റ് 23 വരെ നീട്ടിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നോട്ടാം 23 വരെ ഔദ്യോഗികമായി നീട്ടി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് ഇന്ത്യ വിലക്കിയിരുന്നു. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെയും POKയിലെയും തീവ്രവാദ ഒളിത്താവളങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു നശിപ്പിച്ചു. ഇതിനുശേഷം ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയായിരുന്നു. എന്തായാലും വ്യോമാതിർത്തി നീട്ടിയതിനെക്കുറിച്ച് കേന്ദ്ര സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മെഹോൾ സോഷ്യൽ മീഡിയ എക്സിൽ പോസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് വിലക്കുന്ന നോട്ടീസ് ടു എയർമാൻ 2025 ഓഗസ്റ്റ് 23 വരെ ഔദ്യോഗികമായി നീട്ടിയതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഓഗസ്റ്റ് 23 വരെ വ്യോമപാത അടച്ചിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.